അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? പിന്നെ ഭയങ്കര തലവേദന, കണ്ണ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. നീര് വെച്ചിട്ട് ഭയങ്കര തലവേദന, ഉറക്കം ശരിയാവാതിരുന്ന ഇതന്നെ അവസ്ഥ, തലവേദന മാറുകയില്ല. പിന്നെ ഞാൻ എന്താ പറയുക, കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ നമ്മൾക്ക്. പിന്നെ എനിക്ക് 500 സബ്സ്ക്രൈബ് ആയെങ്ങനെ വെച്ചാൽ അതൊന്ന് പറയണമെന്ന് വിചാരിച്ച്. ഞാൻ ആരോടും വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർ വഴിയോ ഞാൻ ആരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ ചാനൽ ചെയ്യണം സബ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആർക്കും ഷെയർ ആക്കിയിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല. വാട്സപ്പ് ഗ്രൂപ്പ് വഴി ചാനൽ ഷെയർ ആക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല. അല്ലാതെ എൻ്റെ ചാനലിലെ വീഡിയോസ് എൻ്റെത് കണ്ടിട്ട് സബ് ചെയ്തവർ തന്നെയാണ് കൂടുതലും. എനിക്ക് അറിയാത്തവർ തന്നെയാണ് കൂടുതലും, അറിയുന്നവരായിട്ട് ആരും തന്നെ കണ്ടിട്ടില്ല. പിന്നെ പറയാൻ, നമ്മൾ വലിയ വലിയ യൂട്യൂബർമാരുടെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് കമൻറ്റ് ഇടുമല്ലോ, അങ്ങനെ ഇടരുതെന്നും പറയുന്നത്. ഞാൻ 2-3 വീഡിയോൻ്റെ കമൻറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ കുറച്ച് സബ്സ്ക്രൈബ് എനിക്കായിട്ടുണ്ട്. പിന്നെ വീഡിയോസ് ഓരോരുത്തർ പിന്നെ യൂട്യൂബർമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് വലിയ യൂട്യൂബർമാരുടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ദിവസം 3-4 വീഡിയോ ഇടാവോ അങ്ങനെ ഇങ്ങനെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ലോങ് വീഡിയോ ഒന്ന്, അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോ ഷോർട്ട് വീഡിയോ 1-2 വീഡിയോ. പിന്നെ വേറൊരു ആൾ പറയുന്ന, ഒരു യൂട്യൂബർ പറയുന്നത് ഞാൻ കേട്ട്, കണ്ടിന്യൂയായിട്ട് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് കുറച്ച് സമയം കൂടുമ്പോൾ അതിനായിട്ട് സമയം ചിലവഴിച്ച് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇട്ടപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ആയില്ല, വാച്ച് ടൈം ആയിട്ടേ ഉണ്ടായിട്ടില്ലേനു. ഇപ്പം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ, എന്നാൽ മാത്രം നമുക്ക് വാച്ച് ടൈം കയറുള്ളൂ. പിന്നെ നമ്മൾ YT സ്റ്റുഡിയോയിൽ കാണിക്കുന്ന വാച്ച് ടൈം അത് ശരിയായ വാച്ച് ടൈം അല്ല എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വിചാരിക്കും ഇതൊന്നും ഇങ്ങനെ കുറയുന്നതെന്ന്, പക്ഷെ അത് ശരിയായ വാച്ച് ടൈം അല്ല. അല്ലാതെ നമ്മൾ പിന്നെ മേലോട്ട് കയറി പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, ശരിയായ വാച്ച് ടൈം നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് 500 ആയി എന്തായാലും, പിന്നെ വാച്ച് ടൈമും പകുതിയായി. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് സപ്പോർട്ട് എന്തായാലും വേണം എനിക്ക്, കാരണം അല്ലാതെ എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മളൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇതിന് ഇറങ്ങിയിട്ടുള്ളത്, അല്ലാതെ ആരും വെറുതെ ഒരു ടൈം പാസിനായിരിക്കില്ല. നമുക്കൊരു മനസ്സിലൊരിതുണ്ടാവും, നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഇതിലൂടെ ഉണ്ടാക്കണം. ഞാൻ അങ്ങനെയാണ് ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഈ യൂട്യൂബ് കൊണ്ട് വലിയൊരു ഉപകാരം ഉണ്ടാവുമെന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്.